السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. വേദിയിലുള്ള ബഹുമാന്യരായ അതിഥികളെ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെയും അതിൻ്റെ പോഷക വിഭാഗങ്ങളുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ഹിന്ദുത്വ ഫാഷിസത്തിനെതിരെ ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ സമാപന സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ചെറിയൊരു ചുമ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് കൊര എന്ന് പറയും. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഥവാ വരികയാണെങ്കിൽ അത് ഫാഷിസത്തിനെതിരെയുള്ള കൊരയാണ് എന്ന് വിചാരിച്ചാൽ മതി. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വന്നു. ഞാൻ അതിൻ്റെ ആകത്തുക നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ ആവേശപ്പെട്ട പ്രസംഗത്തിന് ശ്രമിക്കാതെ കുറച്ചുകൂടി നമ്മുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചുള്ള ചില കാഴ്ചപ്പാടുകളും പങ്കുവെക്കാനാണ് ഈ സമാപന സന്ദർഭത്തിലെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിന്ദുത്വ വംശീയത എന്ന ഒരു ശീർഷകമാണ് നമ്മളിവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഹിന്ദുത്വം എന്ന് പ്രയോഗിക്കുമ്പോൾ ഈ നാട്ടിൽ കുറേ വർഷങ്ങളായിട്ട് പലവിധ ആചാരങ്ങളും സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും ഒക്കെ കൊണ്ടു നടക്കുന്ന, ഇതര മതസ്ഥരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, സൗഹാർദ്ദവും സ്നേഹവും സഹവർത്തിത്വവും സിരകളിൽ ഒഴുകുന്ന ലക്ഷക്കണക്കായ ഹിന്ദു സമൂഹത്തെ അവരുടെ ആത്മാർത്ഥതയെ ഒട്ടും വിലമതിക്കാതെയാണോ ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്ന് ചില ആളുകൾ ഞങ്ങളോട് ഗുണകാംക്ഷാപൂർവം സംവദിക്കുകയുണ്ടായി. നമ്മളിവിടെ പറയുന്നത് ഏതെങ്കിലും മതത്തെ സംബന്ധിച്ചല്ല, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വംശീയ അജണ്ടയെക്കുറിച്ചാണ്. വംശീയത എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു സവിശേഷമായ കൂട്ടരാണ്, ഞങ്ങൾക്ക് സവിശേഷതയുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ എവിടെയാണോ ഉള്ളത് ആ മണ്ണിനും സവിശേഷതയുണ്ട്. ഞങ്ങളുടെ കെയർ ഓഫിൽ, ഞങ്ങളുടെ അധികാര നിയന്ത്രണത്തിൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളും പരിശുദ്ധമാണ്. അപ്പം ഞങ്ങളുടെ വംശം പരിശുദ്ധമാണ്, ഞങ്ങളുടെ വർഗം പരിശുദ്ധമാണ്, ഞങ്ങളുടെ ദേശം പരിശുദ്ധമാണ്, ഞങ്ങളുടെ സ്ഥാപന സംരംഭങ്ങളും വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായ ഫലം എന്താണ്? ഞങ്ങൾ ഈ പറയുന്നതല്ലാത്തതെല്ലാം മ്ലേച്ഛമാണ്. അതാണ് നമ്മൾ വിചാരധാരയിൽ നിന്ന് പണ്ടേ പറഞ്ഞു പോന്നിട്ടുള്ളത്. വൈദേശിക മതങ്ങളും വൈദേശിക മതങ്ങളുടെ മൂടുതാങ്ങികളും വൈതാളികന്മാരും ഭാരതാംബയുടെ കണ്ണിലെ കരടാണ്. ഈ കരട് നിലനിൽക്കുന്നിടത്തോളം കാലം ഭാരതാംബയുടെ കണ്ണ് കലങ്ങി തന്നെ ഇരിക്കും. ഇത് വളരെ കൃത്യമായൊരു അജണ്ടയാണ്. ഈ അജണ്ട, ഈ ഒരു വംശവിശുദ്ധി ബോധമുണ്ടല്ലോ നമുക്ക്, നമ്മുടെ പ്രമാണപരമായിട്ട് പറയുമ്പോൾ പിശാചിന്റെ ഒരു പ്രഖ്യാപനമാണത്. അന ഖൈറും മിൻഹു. ആദാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കുകളോടൊന്നടങ്കം പ്രപഞ്ചനാഥൻ കൽപ്പിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട പിശാച്, ഇബ്ലീസ് എന്ന് ഖുർആൻ പ്രയോഗിച്ച ആ അസ്തിത്വം അത് സാഷ്ടാംഗം ചെയ്യാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അതിനെ ന്യായം ഉന്നയിച്ചത് ഞാൻ അയാളേക്കാൾ വിശുദ്ധനാണ്. അപ്പൊ ഈ വിശുദ്ധി ബോധത്തിനെതിരെയുള്ള സമരം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ വംശീയതക്കെതിരെയുള്ള സമരം പൈശാചിക ശക്തികൾക്കെതിരെയുള്ള സമരത്തിന്റെ തന്നെ ഭാഗമാണ്. നമുക്കതൊരു പുതിയ വിഷയമല്ല.
ആ അർത്ഥത്തിൽ വംശീയതയെ നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വംശീയ ബോധം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. ഇങ്ങനെ ഒരു ചിന്താഗതി ഒരു പ്രദേശത്തുകാരെ പിടികൂടിയാൽ അതിൻ്റെ കുഴപ്പം എന്തായിരിക്കും? അത് എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാക്കും? അതിനി വേറെ ഗവേഷണങ്ങളിലേക്കൊന്നും പോകണ്ട. പഴയ കാലത്തെ ജർമ്മനിയുടെ, ഹിറ്റ്ലർ ഭരിച്ച ജർമ്മനിയുടെ, നാസി ജർമ്മനിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ മുസോളിനിയുടെ ഇറ്റലിയുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ആ ചരിത്രത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. വർത്തമാന കാലത്ത് നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എത്രമാത്രം അധമവും മ്ലേച്ഛവും ഹീനവുമായിരിക്കും ഈ ഒരു മാനസികാവസ്ഥ ഒരു മനുഷ്യനെ പിടികൂടിയാൽ എന്ന്. അതിന് വലിയ വില ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞു ഇത് ഈ രാജ്യത്തിനെ പിടികൂടിയിട്ടുള്ള ഒരു വലിയ അർബുദമാണ്. ഇതിനെതിരെ ജാഗ്രത പുലർത്തുക, ഇതിനെതിരെ പ്രതികരിക്കുക. ഈ അസുഖത്തിന്റെ വ്യാപനശേഷി കുറക്കുന്നതിനാവശ്യമായ ട്രീറ്റ്മെന്റുകളിൽ നിരന്തരമായി നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു സംശയവുമില്ല, അത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ദൗത്യമാണ്. ഇസ്ലാമിന്റെ സംസ്കാരം തന്നെ എവിടെയോ എന്നോ പഠിച്ചത് എവിടെയും തൊടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ല. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. ആ നാഥന് ചില ആസൂത്രണങ്ങളും പദ്ധതികളുമുണ്ട്. ഇവിടെയെല്ലാം വെറുതെ ഉണ്ടായതല്ല. അപ്പൊ ഇത്രയും വ്യവസ്ഥാപിതമായി നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കണികയെ സംബന്ധിച്ചും ഒരു പദ്ധതിയും ഒരു പ്ലാനുമുണ്ട്. ആ പദ്ധതിയും പ്ലാനും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ പദ്ധതി ഇന്ന് ആ ദൈവം തമ്പുരാൻ പ്രവാചകന്മാരിലൂടെ പകർന്നു നൽകിയ ആശയ സംഹിതയുടെ ഈ കാലികമായ അവതരണം ഈ ഫാഷിസത്തെ, ഈ ഹിന്ദുത്വ വംശീയതയെ അഭിമുഖീകരിച്ചു കൊണ്ടല്ലാതെ സാധ്യമല്ല. ഭൂമിയിലെ ഒരു പ്രദേശം വിശുദ്ധമാണ് എന്ന് ഒരു കൂട്ടർ കരുതുമ്പോൾ ആ പ്രദേശത്തുള്ളത് കൊണ്ട് അവരും വിശുദ്ധമാണ് എന്നവർ സ്വയം സമാധാനിക്കുമ്പോൾ, എന്നിട്ട് മറ്റുള്ളവരൊക്കെ അശുദ്ധരായി അപരവൽക്കരിച്ച് അരികുവൽക്കരിച്ച് ചവിട്ടി പുറത്താക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് മാത്രം നേരിട്ടാൽ മതി എന്ന് നമ്മളാരും കരുതരുത്. ഇവിടെ പല രീതിയിലുള്ള ഈ ഒരു പ്രക്ഷോഭം മാത്രമല്ല, പലതരത്തിലുള്ള സാധാരണക്കാരന്റെ പൊള്ളുന്ന പ്രശ്നങ്ങളെ ഒന്നിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമരമാണ് വേണ്ടത് എന്നിവിടെ ചിലർ പറഞ്ഞു. ഞാൻ അതിന് അടിവരയിടുകയാണ്. പക്ഷേ എനിക്കത് മാത്രമല്ല, വേറൊരു കാര്യവും കൂടി പറയാനുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന് വലിയ കരുത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു പ്രദേശം വിശുദ്ധമാണ് എന്ന് വിവരക്കേട് കൊണ്ട് ഒരു കൂട്ടർ പറയുമ്പോൾ നമ്മൾ അവരോട് പറയുന്നു, ഈ ഭൂമി ലോകം മുഴുവനും സാക്ഷാൽ ദൈവം തമ്പുരാന്റേതാണ്. ദൈവം തമ്പുരാന്റെ ഭൂമി മുഴുവനും വിശുദ്ധമാണ്. അതിനെ അശുദ്ധമാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. വിശുദ്ധ ഖുർആനിൽ ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. എന്നിട്ട് അത് വിസ്തരിക്കാൻ ഇപ്പം സമയമില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. അത് തുടർന്ന് പറയുന്നതാണ്. അവർക്ക് അധികാരം കിട്ടിയാൽ അവരുടെ എല്ലാ പദ്ധതികളും എന്തായിരിക്കും? അവർ ഈ ഭൂമിയിൽ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ലിയുഫ്സിദ ഫീഹ, അതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. ആ കുഴപ്പം മൂർധന്യതയിലെത്തുമ്പോൾ അവർ തലമുറകളെ നശിപ്പിക്കും, കാർഷിക മേഖലകളെ സ്തംഭിപ്പിക്കും. ഇന്നിവിടെ തലമുറകളെ വംശശുദ്ധി വരുത്തിയിട്ട് ഈ രാജ്യത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന ഘോരമായ പ്രഖ്യാപനങ്ങളുമായിട്ട് നമ്മൾ ഇവിടെ തെരുവിൽ സജീവമാകുമ്പോൾ അവിടെ നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ, നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ കർഷകരും സമരത്തിലാണ്. ഇത് യാദൃശ്ചികമല്ല എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഭൂമി വിശുദ്ധമാണ്. ഈ ഭൂമിയെ മലിനമാക്കാൻ, ഈ വിവരം കെട്ടവന്മാർക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ ഭൂമിയോട് സ്നേഹമുള്ള, ഭൂമിയിലെ മനുഷ്യരോട് സ്നേഹമുള്ള, മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു കൂട്ടർക്കും സാധ്യമല്ല. അത് വേണമെങ്കിൽ ഇനിയും വിസ്തരിക്കാം. ഞാനിപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു വാദഗതി, ഒരു വിശുദ്ധ, ഒരു വംശവിശുദ്ധിയുടെ ഒരു വാദഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ അത് പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്കും പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വിപത്തിനെ കുറിച്ച് ഈ ആളുകളോട് പറയണം. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രതിഷേധങ്ങളൊക്കെയും ആശയപരമായ സംവാദങ്ങളുടെ സാധ്യതകൾ തുറന്നു വെക്കുകയാണ്. നമുക്ക് ആരോടോ ഒരു അമർഷം,
നമുക്ക് ആരോടോ ഒരു പുച്ഛം, നമുക്ക് ആരോടോ ഒരു ദേഷ്യം, നമുക്ക് ആരോടോ ഒരു പക. അങ്ങനെ നമ്മളറിയാതെ അത് നമ്മളെ തന്നെ ഒരു വംശീയവാദിയാക്കുക എന്നതാവരുത് നമ്മുടെ സമരത്തിന്റെ മാനം എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ടുകൊണ്ട് അമർത്തി പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഇസ്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശക്തിയുള്ള കരുത്തുള്ള ഒരാശയം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ അതിൻ്റെ സമുന്നതനായ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനായ പണ്ഡിത കേസരി സയ്യിദ് അബുൽ ആല മൗദൂദി സാഹിബ് കമ്മ്യൂണിസം ആശയം കൊണ്ടും ആയുധബലം കൊണ്ടും ലോകത്തൊന്നടങ്കം തേരോട്ടം നടത്തിയ ഒരു ഘട്ടത്തിൽ മുതലാളിത്തം അതിൻ്റെ നാനാവിധങ്ങളായ അരാജകത്വത്തിൻ്റെ ലിബറൽ സാധ്യതകൾ തുറന്നിട്ട് ജീവിത വിഹായസിന്റെ ആ വിശാലമായ തലങ്ങളിലേക്ക് സർവ്വതും മറന്നുകൊണ്ട് പറന്നെനിക്കുയരണം എന്ന വികാരം ഓരോ യുവാവിലും ഓരോ യുവതിയിലും സൃഷ്ടിച്ച് വ്യാമോഹങ്ങൾ അലയടിക്കും ജീവിത സാഗരത്തിന്റെ കരകാണാ ദിക്കിലേക്കകലും കപ്പലായിട്ട് എനിക്ക് നീന്തണം. വ്യാമോഹങ്ങൾ അലയടിക്കുന്ന ഈ വിഹായസിന്റെ മേഖലകളിലേക്ക് ചിറകടിച്ചങ്ങനെ പറന്നെനിക്ക് ഉയരണം. അങ്ങനെ മുതലാളിത്തം തലമുറകളെ ഒരു വശത്തും മുതലാളിത്തം തലമുറകളിൽ വ്യാമോഹം ജനിപ്പിച്ചുകൊണ്ട് സുഗാഡംബര ജീവിതത്തിന്റെ അടിമകളാക്കി മാറ്റാൻ പരിശ്രമിച്ചപ്പോൾ അതേ ഘട്ടത്തിൽ കമ്മ്യൂണിസം ആയുധം കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും അധികാരം കൊണ്ടും മുസ്ലിം ലോകത്തെ മാത്രമല്ല മറുകക്ഷികളെ മുഴുവൻ സ്തംഭിപ്പിച്ചു നിർത്തിയ ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സയ്യിദ് അബുൽ ആല മൗദൂദി ഒരു പ്രവചനം നടത്തിയത് നിങ്ങൾ കേട്ടിരിക്കും. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതിന്റെ ഈറ്റില്ലമായ മോസ്കോയിൽ തന്നെ നിലതിക്കക്കള്ളിയില്ലാത്ത സ്ഥിതിവിശേഷം വരും. സർമയധാരാന ഡെമോക്രസി. മൗദൂദി സാഹിബ് ഒരിക്കലും ഡെമോക്രസി എന്ന് സ്വതന്ത്രമായിട്ട് പറയാറില്ല. ഒന്നുകിൽ അദ്ദേഹം സെക്കുലർ ഡെമോക്രസി ലാദീനി ജംഹൂരിയത്ത് എന്ന് പ്രയോഗിക്കും, അല്ലെങ്കിൽ സർമയധാരാന ജംഹൂരിയത്ത് എന്ന് പ്രയോഗിക്കും. അപ്പൊ ഇവിടെ പ്രയോഗിച്ചത് സർമയധാരാന ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത ജനാധിപത്യം അതിന്റെ ഈറ്റില്ലമായ വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും തന്നെ അഭയം കിട്ടാത്ത സ്ഥിതിവിശേഷം വരും. ലണ്ടനിലെയും പാരീസിലെയും യൂണിവേഴ്സിറ്റികളിൽ ഭൗതിക നിർമ്മതത്വത്തിന് ഏറ്റെടുക്കാൻ ആളില്ലാത്ത സ്ഥിതിവിശേഷം വരും. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, കൗംപറസ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വംശീയതയുണ്ടല്ലോ, വംശീയതയും ദേശീയതയും ഖുദ് ബ്രാഹ്മണോം അവർ ജർമ്മനോം കെ ജർമ്മനോമേം അപ്നെ അപ്നെ മുഅ്തഖിദ് കോ നപാ സകേഗി. അതായത് വംശീയതക്കും ദേശീയതക്കും ജർമ്മനി ബ്രാഹ്മണരിലും അതുപോലെ തന്നെ ജർമ്മൻകാരിലും അനുചരന്മാരെ കിട്ടാത്ത കാലം വരും. ഇതൊക്കെ പറഞ്ഞിട്ട് സയ്യിദ് അബുൽ ആല മൗദൂദി സാഹിബ് പറഞ്ഞു ഒരു വിഷയം. എന്ത്? ഈ ഇത്രയും പ്രതിസന്ധികൾ ഒന്നിച്ച് കുമിഞ്ഞു വന്നപ്പോ ഈ ഭൗതികത, ഈ കമ്മ്യൂണിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ഈ തേരോട്ടം അതിശക്തമായ ഘട്ടത്തിൽ തങ്ങളുടെ ചരിത്ര ദൗത്യം മറന്നുകൊണ്ട് അന്തം വിട്ട് മുസ്ലിം സമൂഹം നിന്നു എന്നത് ചരിത്രത്തിന്റെ ഒരു ഗുണപാഠമായിട്ട് അവശേഷിക്കും. മൂസായുടെ അത്ഭുത സിദ്ധിയുള്ള മാന്ത്രിക വടി അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്, അമാനുഷികമായ ഒരു സംഭവം, മൂസായുടെ അടി. അതാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൂസായുടെ അത്ഭുത സിദ്ധിയുള്ള വടി കക്ഷത്ത് വെച്ചുകൊണ്ട് കേവല കൊള്ളിക്കഷ്ണങ്ങളും കയറുതുണ്ടുകളും കണ്ടപ്പോൾ ഈ സമുദായം മോച്ചാനിച്ചു നിന്നുപോയി എന്നത്, വിഡ്ഢികളായി പോയി എന്നത് ചരിത്രത്തിന്റെ ഒരു ഗുണപാഠമായിട്ട് അവശേഷിക്കും. ആ വിഡ്ഢിത്വം ഇനി ഈ സമുദായത്തിന് ആവർത്തിക്കൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, നമ്മൾ എവിടുന്നാ പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ വംശീയതയെ സംബന്ധിച്ച് അതിൻ്റെ നാനാവിധങ്ങളായ ഭാവങ്ങളും രൂപങ്ങളും പേറി ഒരു സംഘം ഇവിടെ നമ്മെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പ്രതിഷേധങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. രാഷ്ട്രീയമായ പ്രതിഷേധങ്ങളിൽ നമ്മളോടൊപ്പം ആരൊക്കെ ചേരുമോ അവരെ ഒക്കെ കൂട്ടണം, ഒരു സംശയവുമില്ല. നേരത്തെ ഇവിടെ പറഞ്ഞു, സെക്യുലർ മതനിരപേക്ഷ മനസ്കരായ ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, ലക്ഷക്കണക്കിന് മനുഷ്യർ, ഇന്ത്യയെ മൊത്തം മുമ്പിൽ കണ്ടുകൊണ്ട് പറയുമ്പോൾ ഒരതിശയോക്തിയുമില്ലാതെ നമുക്ക് പറയാം, മതനിരപേക്ഷരായ കോടിക്കണക്കിന് മനുഷ്യർ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ മതനിരപേക്ഷ ചേരിയുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ കാണണം.
സ്വാഭാവികമായിട്ടും അവരെ ഒക്കെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. അവരുടെ ഒക്കെ ശബ്ദങ്ങൾക്ക് നമ്മൾ കരുത്തു പകരണം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് സംസാരിക്കണം, ഒരു സംശയമില്ല. പക്ഷെ ഞാൻ പറയുന്നു, അതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്വം തീരില്ല. കാരണം നമ്മുടെ കയ്യിൽ പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ നൽകിയ ഒരു സത്യസന്ദേശമുണ്ട്. ആ സത്യസന്ദേശത്തിന്റെ കാഴ്ചപ്പാടിൽ നേരത്തെ ഇവിടെ ബാബുരാജിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇവരെ ഇത്രയേറെ ഈ ചോപ്പ് കണ്ട കാളയെ പോലെ ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും പേര് പറയുമ്പോൾ ഈ വിഭ്രാന്തിയുടെ കാരണം ചരിത്രപരമായ ഒരു പ്രതികാരമാണ്. ചരിത്രപരമായ ഒരു പ്രതികാരമാണ്. എന്താണ് ആ പ്രതികാരം? ഇവിടെ ഏമാന്മാർ അവരുടെ മനകളുടെ മട്ടുപ്ലാവിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഏമ്പക്കം വിട്ട് കിടക്കുമ്പോൾ അവിടെ കാലിത്തൊഴുത്തിന്റെ തിണ്ണയിലിരുന്ന് പാളയിൽ കഞ്ഞു കുടിച്ചിരുന്ന പാവപ്പെട്ടവന്റെ കൈ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്, സമത്വത്തിന്റെ യഥാർത്ഥമായ ഒരു ആവിഷ്കാരത്തിലേക്ക് അവരുടെ ജീവിതത്തെ തന്നെ പരിവർത്തിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തു എന്ന ആ പുണ്യകർമ്മമുണ്ടല്ലോ, അതിന് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്ന ശിക്ഷയാണ് ഈ ഇസ്ലാം പേടി എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് നമ്മൾക്കറിയാം, നമ്മൾ ഈ സമരത്തിൽ മുമ്പ് വിജയിച്ചവരാണെങ്കിൽ നമ്മൾ ഈ സമരത്തിൽ ഇനിയും വിജയിക്കും. നമുക്ക് ഈ സമരത്തിൽ നേരത്തെ മേൽക്കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമരത്തിൽ ഇനിയും മേൽക്കൈ കിട്ടും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയുന്നു, ഇവിടെ സമത്വത്തെ സംബന്ധിച്ച് കുറെ ആളുകൾ കുറെ വന്നു. ഞാനതിൻ്റെ ആ സ്വഭാവത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല. ഞാൻ ചില പ്രയോഗങ്ങൾ നടത്താം. ജൈവിക ദീനിന്റെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വായു എല്ലാവരുടേതുമാണെങ്കിൽ, വായുവിന്റെ ഓണർഷിപ്പ് ഒരാൾക്കും ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ, വെളിച്ചത്തിന്റെ ഓണർഷിപ്പ് ആ ഉടമസ്ഥത ഒരാൾക്കും സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ, വായുവും വെള്ളവും വെളിച്ചവും നൽകിയ നാഥനേതോ ആ നാഥൻ ഈ വായു കണക്കെ, ഈ വെള്ളം കണക്കെ, ഈ വെളിച്ചം കണക്കെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നൽകിയിട്ടുള്ള വിമോചനത്തിന്റെ ഒരു പദ്ധതി നമ്മുടെ കയ്യിലുണ്ട്. അതാണ് മൂസായുടെ അത്ഭുത സിദ്ധിയുള്ള വടി. അത് കക്ഷത്തുള്ള ഒരു കൂട്ടർ കേവലം കൊള്ളിക്കഷ്ണങ്ങളും കയറു തുണ്ടുകളും കാണുമ്പോൾ തന്നെ ഓച്ചാനിച്ചു പോകരുത് എന്നാണെന്ന് സയ്യിദ് അബുൽ മൗദൂദി സാഹിബ് ഉണർത്തിയത്. അത് വളരെ അർത്ഥഗർഭമായ ഒരു ആഹ്വാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ ഓരോ സിദ്ധാന്തവും ഈ ഫാസിസ്റ്റുകൾ അതിന്റെ മുമ്പിൽ പതറിപ്പോകും എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയമായ എല്ലാ പ്രതിഷേധങ്ങളോടും ഒപ്പം നമ്മളുടെ രാഷ്ട്രീയമായ മുഴുവൻ ശ്രമങ്ങളോടുമൊപ്പം സെക്യുലറിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സാധ്യമാകുന്ന എവിടെയൊക്കെ എന്തൊക്കെ സമരവേദികളും പങ്കുവെപ്പിന്റെ ഇടങ്ങളുമുണ്ടോ ഇത് മുഴുവൻ കൂടുതൽ കരുത്തോടെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വേറൊരു പണി കൂടി നമ്മൾ എടുക്കണം. ആ പണി എന്താണ്? ഈ വംശീയ വിജനവാദത്തെ അതിൻ്റെ അടിത്തറ തകർക്കുന്ന അധ്യാപനം, മനുഷ്യന്റെ ഏകത്വം. ഒരൊറ്റ നഫ്സിൽ നിന്ന്, മനുഷ്യന്റെ ഉത്ഭവം ഒരൊറ്റ നഫ്സിൽ നിന്ന്. അതാണ് ഖുർആനിന്റെ ലോകത്ത് തുല്യതയില്ലാത്ത പ്രഖ്യാപനം. അതുകൊണ്ട് മനുഷ്യന്റെ ഏകത്വം ഒന്നാമത്തത്. രണ്ടാമത്തതും മനുഷ്യന്റെ മഹത്വം. വലഖദ് കറംനാ ബനി ആദം സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. അപ്പം മനുഷ്യന്റെ മഹത്വം. മൂന്നാമത്തതും മനുഷ്യന്റെ സമത്വം. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യരെ, നിങ്ങൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളുടെ പേരിന്റെ മുമ്പിൽ നിങ്ങളുടെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട്. ചിലരുടെ പേരിന്റെ ബാക്കിൽ അവരുടെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. നിങ്ങളുടെ മുന്നിലായാലും കൊള്ളാം, നിങ്ങളുടെ പിന്നിലായാലും കൊള്ളാം, അത് മേൽവിലാസം മാത്രമാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രത്യേകതയുമില്ല. മനുഷ്യരെന്ന നിലയ്ക്ക് എല്ലാവരും തുല്യരാണ്. ഇതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ഇസ്ലാം മേൽവിലാസം മാറ്റാനല്ല, മനോഭാവം മാറ്റാനാണ് പണിയെടുത്തത്. ഇസ്ലാമിന്റെ മനോഭാവം മാറ്റാനുള്ള പണി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ജാതീയതയുടെ ഏതെങ്കിലും അംശങ്ങൾ മനോഭാവത്തിൽ വെച്ചു പുലർത്തിക്കൊണ്ട് അതിന്റെ പേരിലുള്ള പ്രിവിലേജ് പറ്റി സമുദായത്തെ മൊത്തം ഒറ്റുകൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർ ഈ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകൾ തിരുത്താൻ സ്വയം സന്നദ്ധമാകണമെന്ന് ഞാൻ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ സമത്വം. ഒന്നുകൂടി പിറകോട്ട് നമുക്ക് പോകാം. മനുഷ്യന്റെ ഏകത്വം, മനുഷ്യന്റെ മഹത്വം, മനുഷ്യന്റെ സമത്വം, മനുഷ്യന്റെ ജീവന്റെ വില. മനുഷ്യന്റെ ജീവന്റെ വില. മൻ ഖതല നഫ്സൻ, തന്മൂതിലുണ്ട്. എന്ത്? ആരെങ്കിലും അന്യായമായി ഒരു ജൂതനെ കൊന്നാൽ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എന്താണെന്നറിയോ? എത്ര പ്രസംഗിച്ചാലും ഈ നിപ്പിൽ വേണമെങ്കിൽ ഒരു മണിക്കൂർ ആ ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് ഒരാൾക്ക് പ്രസംഗിക്കാം. എന്ത്? من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا
ഒരാൾ അന്യായമായി മറ്റൊരാളെ കൊന്നാൽ, അതാണ് പ്രയോഗം. ഒരു നഫ്സ് മറ്റൊരു നഫ്സിനെ അന്യായമായിട്ട് കൊന്നാൽ, അന്യായമായിട്ട് കൊല്ലുക എന്ന് പറയുമ്പോൾ ന്യായമായ കൊലയുണ്ട്. ന്യായമായ കൊല എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കൊല്ലുന്ന കൊലയല്ല. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ ജീവൻ എടുക്കാൻ പടച്ച തമ്പുരാൻ അനുവാദം നൽകിയിട്ടില്ല. ന്യായമായ കൊല എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമായിട്ടുള്ള കൊലയാണ്. കൊന്നോനെ കൊല്ലേണ്ടി വരും. കൊന്നോനെ കൊല്ലേണ്ടി വരുന്നത് മനുഷ്യന്റെ ജീവന് വിലയുള്ളത് കൊണ്ടാണ്, അല്ലാതെ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്തത് കൊണ്ടല്ല. അങ്ങനെ അതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് മനുഷ്യന്റെ ഏകത്വം, മനുഷ്യന്റെ മഹത്വം, മനുഷ്യന്റെ സമത്വം, മനുഷ്യന്റെ ജീവന്റെ വില. വംശീയതയുടെ മുഴുവൻ എലമെന്റുകളോടും ഈ ഓരോ തത്വവും നിരന്തരം കലഹത്തിലാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക, ആളുകളോട് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുക. നമ്മൾ സമത്വത്തെക്കുറിച്ച് പറയുന്നത് അതൊരു സിദ്ധാന്തമായിട്ടല്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിലേക്ക് ആ വിളി കേട്ടിട്ട് അയ്യഹല സ്വലാത്ത്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, അയ്യഹല സ്വലാത്ത്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ, അയ്യഹലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. ആ വിജയത്തിന്റെ വഴിയിലേക്കുള്ള ഈ ആഹ്വാനം കേട്ടിട്ട് ആ നാട്ടിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് ആരൊക്കെ പള്ളിയിലേക്ക് വന്നോ അതിൽ ആദ്യം വന്നവനാരോ അവനുള്ളതാണ് ഒന്നാമത്തെ ആ നിര. അവ്വൽ സ്വഫ്, അറബിയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ സ്വഫ് അവർക്കുള്ളതാണ്. അല്ലാതെ അത് മേലാളന്മാരുണ്ട്, മഹല്ല് കാളിയുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ ഖത്തീബിന്റെ ഫാമിലിയിൽപ്പെട്ടവരുണ്ട്. പാവപ്പെട്ടവൻ വന്നാൽ ഹൗലങ്കരയിലാണ് അവർക്ക് ഇരിപ്പിടം എന്നതല്ല ഇസ്ലാമിന്റെ തത്വം. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവനും ഉന്നതനും ഉന്നതനും ഉയർന്ന അധമനും എന്ന വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ പള്ളികളെല്ലാവർക്കും ഒരുപോലെ സമമാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അങ്ങനെ ഈ ആഹ്വാനം കേട്ടിട്ട് പള്ളിയിലേക്ക് ആദ്യം വന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ട താഴ്ന്ന കുടുംബം എന്ന് കരുതുന്ന ഒരു കുടുംബത്തിലെ ആളാണെങ്കിൽ അവൻ ഒന്നാമത്തെ ആ അണിയിൽ നിൽക്കുകയും, തൊട്ടടുത്ത് അതിനേക്കാൾ വലിയ കുടുംബം എന്ന ആളുകൾ ചാർത്തുന്ന ഏതോ ഒരു കുടുംബത്തിലെ ആള് വന്നാൽ ഈ പിന്നോക്കക്കാരന്റെ പിന്നിൽ നിൽക്കുകയും, എന്നിട്ട് ഇയാൾ സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം ചെയ്യുന്ന സമയത്ത് അയാളുടെ ആ പിന്നോക്കക്കാരന്റെ കാലിന്റെ പാദത്തിന്റെ സ്ഥാനത്ത് ഇവന്റെ ശിരസ് വെക്കുകയും ചെയ്തുകൊണ്ട് ദിനേന തന്നെ ഈ സഹവർത്തിത്വത്തിന്റെ, സമത്വത്തിന്റെ സിദ്ധാന്തം പകർന്നു നൽകുന്ന ഒരാദർശത്തിന്റെ വിഭാഗത്തിന് പതറേണ്ട കാര്യമില്ല ഫാഷിസത്തിന്റെ മുമ്പിൽ. അതുകൊണ്ട് വെറും സമരം മാത്രമല്ല, ആശയപരമായി അവരിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ആ ശേഷി കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. കണ്ടാൽ നമുക്ക് വേണ്ടത്ര മതിപ്പ് തോന്നാത്ത, കറുകറുത്ത തൊലിയുള്ള, സ്പ്രിങ് പോലെ മുടിയുള്ള, ഉണക്കമുന്തിരി പോലെ മുഖമുള്ള, ചുളിഞ്ഞ ശരീരമുള്ള ബിലാൽ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മുഹമ്മദിനെ കുറിച്ച് കേട്ടിട്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആദ്യമായിട്ട് മുഹമ്മദിനെ കുറിച്ച് കേട്ടിട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ട് കൂരിരുളിന്റെ സൗകര്യത്തിന് മറവിൽ ഒരു ദിവസം അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ സന്ദർഭത്തിലെത്തിയപ്പോൾ ഒരു ചെറിയ കൊച്ചുകുടിലിൻ്റെ അകത്ത് നിന്ന് വെളിച്ചത്തിന്റെ വെട്ടം വരുന്നത് കണ്ട് അവിടെ നിന്ന് പതുക്കെ ഒരു ശബ്ദമുണ്ടാക്കി. അകത്തുനിന്ന് ചോദിച്ചു, ആരാണത്? ഞാൻ ഇന്ന ആളാണ്. സ്വന്തം മേൽവിലാസമില്ല. ഉമ്മയ്യത്തിന്റെ അടിമയായ ബിലാൽ കടന്നു വരൂ എന്നാവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് പതിഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് ബിലാൽ കടന്നു ഈ വാതിൽ നിരക്കി നീക്കിയിട്ട് ഈത്തപ്പന പട്ട കൊണ്ട് മെടഞ്ഞും കെട്ടിയും ഉണ്ടാക്കിയ ആ കൊച്ചുകുടിലിന്റെ വാതിൽ നിരക്കി നീക്കിയിട്ട് കുനിഞ്ഞ് അവിടേക്ക് കടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ആ തറയിലിരിക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ബിലാൽ പറയുകയാണ്, ഒട്ടകത്തിന്റെ തൊഴുത്തിൽ മാസങ്ങളോളം കഴിഞ്ഞതിൻ്റെയും ഒട്ടകത്തിന്റെ മൂത്രത്തിന്റെയും എന്റെ വിയർപ്പിന്റെയും എല്ലാം കൂടിക്കലർന്ന ദുർഗന്ധമുള്ള മുഷിഞ്ഞ എന്റെ ശരീരത്തെ അവിടെ ഇരിക്കുന്ന ആ മനുഷ്യൻ എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് സ്വന്തം ദേഹത്തേക്ക് ചേർത്ത് അണച്ചു പിടിച്ചു. അന്നാണ് ആദ്യമായിട്ടൊരാൾ എന്റെ ശരീരത്തെ ആശ്ലേഷിക്കുന്നത് എന്ന് ബിലാൽ പറയുന്നുണ്ട്. ഇത് ചരിത്രമാണ്. ഈ ചരിത്രം ഇനിയും ആവർത്തിക്കും. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യേണ്ട വിധം ചെയ്യുകയാണെങ്കിൽ ഈ ചരിത്രം ഇനിയും ആവർത്തിക്കും. അങ്ങനെ വർണ്ണാശ്രമ ധർമ്മം ലംഘിച്ചുകൊണ്ട് ആയോധന കല പഠിക്കാൻ പോയതിന്റെ പേരിൽ പെരുവിരൽ ഛേദിച്ചു കൊടുക്കേണ്ടി വന്ന ഏകലവ്യനും
സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ല മാർക്കോട് മിടുക്കോടെ പഠിക്കാൻ സന്നദ്ധമായതിന്റെ പേരിൽ മേലാള വർഗത്തിന്റെ നിരന്തര മാനസിക പീഡനം സഹിക്കവയ്യാതെ പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്ന രോഹിത് വെമുലയുടെയും പിന്മിറക്കാർ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അമരക്കാരാകുന്ന ഒരു കാലം വരും. നിങ്ങൾ ഓർത്തു വെക്കണം. അവിടെ കൊണ്ട് തീർന്നില്ല. വർണ്ണാശ്രമ ധർമ്മം ലംഘിച്ചുകൊണ്ടൊരു മുനി, ഒരു സന്യാസി, ഒരു ശൂദ്ര സന്യാസി തപസ്സനുഷ്ഠിച്ചതിന്റെ പേരിൽ ഒരു ബ്രാഹ്മണന്റെ കുട്ടി മരിച്ചിട്ട് ആ പരിഭവം സാക്ഷാൽ ശ്രീരാമന്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ തന്നെ നേരിട്ട് ശംഭുകന്റെ കഴുത്തറുത്തു. ആ ദലിത് സന്യാസിയുടെ കഴുത്തറുത്തെങ്കിൽ ഇങ്ങനെ ഒരു വർണ്ണാശ്രമ ധർമ്മം ലംഘിച്ചുകൊണ്ട് പൂജ നടത്തിയതിന്റെ പേരിൽ കഴുത്തറുക്കപ്പെട്ട ശംഭുകന്റെ പിന്മുറക്കാരും മേലാള വർഗവും തോളോട് തോൾ ചേർന്ന് ഭൂമിയിൽ സാഷ്ടാംഗം ചെയ്യുന്ന ഒരു കാലം വരും. അതുകൊണ്ട് നമ്മളിവിടെ പതറേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കാതായപ്പോൾ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പടച്ച തമ്പുരാൻ ഒരു സാഹചര്യം ഒരുക്കിയതാണ് എന്നാണ് എൻ്റെ വിനീതമായ പക്ഷം. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന അത്ര നിഷ്കളങ്കമായിട്ട് ഇത് പറയാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമരം നമ്മളറിയാതെ നമ്മളെ എവിടെയോ എത്തിക്കുന്നുവെങ്കിൽ അത് ഗൗരവപ്പെട്ട കാര്യമാണ്. ഫാഷിസത്തോട് വിരോധം വേണം, രാഷ്ട്രീയമായ സമരം വേണം. പക്ഷേ ആശയപരമായ വിഷയത്തിൽ സംവാദം നടത്തുമ്പോൾ വൈദാ കുൽത്തും ഫഅദിലു, സംവാദം നടത്തുമ്പോൾ നീതിപൂർവകം സംസാരിക്കണം. ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ ഞാൻ ഗസയിലെ കാര്യം പറയാം. ഹമാസിന്റെ തടവിൽ മാസങ്ങളോളം കഴിഞ്ഞ ശേഷം പുറത്തു വന്നവരെങ്ങനെയാ എന്താ പറഞ്ഞത് ലോകത്തോട്? ഇസ്രായേലിന്റെ തടവിൽ കഴിഞ്ഞവർ പുറത്തു വന്നപ്പോൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താ? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? അത് ഇസ്ലാമും വംശീയതയും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് നിങ്ങൾ കാണണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ബദ്ധവൈരിയായിട്ട് കാണുന്ന ഒരു കൂട്ടത്തിലെ ഒരു കുട്ടിയെ കിട്ടിയാൽ, നമ്മൾ ബദ്ധവൈരിയായിട്ട് കാണുന്ന ഒരു കൂട്ടത്തിലെ ഒരു സ്ത്രീ യുവതിയെ കിട്ടിയാൽ, നമ്മൾ ബദ്ധവൈരിയാണെന്ന് കാണുന്ന ഒരു കൂട്ടത്തിലെ ഒരു വൃദ്ധയെയോ ഒരു വൃദ്ധനെയോ കിട്ടിയാൽ, മനുഷ്യന് അർഹിക്കുന്ന ആദരവ് മുഴുവൻ കൊടുത്തുകൊണ്ട് പെരുമാറാൻ കഴിയുന്ന വിധം നിങ്ങളുടെ മനസ്സിന്റെ ആ നീതിബോധത്തിന്റെ വിശാല തലങ്ങളുണ്ടല്ലോ, ലെവലേശം ചോർന്നു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. എങ്കിലേ ഇത് നടക്കുള്ളൂ. അല്ലാതെ സമരം നമ്മളെ തലക്ക് പിടിച്ചിട്ട് നമ്മൾ ആരാണെന്നത് തന്നെ നമ്മൾ മറന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പണിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിടത്തേക്ക് പിന്തു പോകാം. പറഞ്ഞ വാചകങ്ങളിൽ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. എന്ത്? പ്രപഞ്ചനാഥൻ നൽകിയ ഈ വെള്ളം നൽകിയ നാഥൻ, വെളിച്ചം നൽകിയ നാഥൻ, ഓക്സിജൻ നൽകിയ നാഥൻ, അവൻ അതുപോലെ പൊതുമുതലായി നൽകിയ ഈ ദീന് നിങ്ങളുടെ സ്വകാര്യ സ്വത്തായിട്ട്, നിങ്ങളുടെ ആഢ്യതയുടെ അടയാളമായിട്ട്, നിങ്ങളുടെ ഉപജീവന പദ്ധതിയായിട്ട്, നിങ്ങളുടെ തറവാടിത്തത്തിന്റെ മേൽവിലാസമായിട്ട്, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള തോന്യാസങ്ങളും മൂടിവെക്കാനുള്ള വലിയ മേലാപ്പായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇതിന് പറ്റൂലെങ്കിൽ അവൻ വേറൊരു കൂട്ടരെ കൊണ്ടുവരും. അവര് നിങ്ങളെപ്പോലെ ആവൂല. ഈ അറബ് ശൈഖന്മാരെ മാതിരിയല്ലല്ലോ ഹമാസിന്റെ ആളുകൾ. അത്ഭുതപ്പെടാനൊന്നുമില്ല, അള്ള പറഞ്ഞതാണ്. ഈ അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുന്നില്ലെങ്കിൽ അവരെ പിറകോട്ട് വലിക്കും. സുമ്മലയകൂനു അംസാലക്കും, അവർ നിങ്ങളെപ്പോലെ ആവില്ല. സൂറത്ത് മുഹമ്മദ് ഈ പ്രസ്താവനയോട് കൂടിയാണ് അവസാനിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എടുത്ത് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അങ്ങോട്ട് തന്നെ പോയിട്ട് ഒന്ന് രണ്ട് വാചകം കൂടി പറഞ്ഞാൽ ഇത് നമുക്ക് പൂർത്തിയാക്കാം. അതെന്താണ്? നമ്മളെ യഥാർത്ഥത്തിലുള്ള കരുത്ത് പ്രകടിപ്പിക്കാത്തത് കൊണ്ട്, നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കേണ്ട പണി എടുക്കേണ്ട മട്ടത്തിൽ എടുക്കാത്തത് കൊണ്ട് പ്രപഞ്ചനാഥൻ നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. നമുക്ക് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഉൾപ്പെടെ സദാചാര ധാർമ്മിക രംഗത്തെ ആകെ കൂടി കുഴച്ചുമറിക്കുന്ന ഒരുപാട് ചർച്ചകൾ ഈ നാട്ടിൽ നടന്നിട്ട് ഫലപ്രദമായിട്ട് നമ്മൾ അതിൽ ഇടപെടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അള്ളാഹ് ഫാസിസ്റ്റിനെ കൊണ്ട് നമ്മുടെ തട്ടത്തെ വന്ന് പിടിച്ചു വലിപ്പിച്ചിരിക്കുകയാണ്. തട്ടം, ഹിജാബ് എന്ന വിവാദമുണ്ടല്ലോ. ഇസ്ലാമിലെ സദാചാരത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ച മുഴുവൻ അധ്യാപനങ്ങളും ഹിജാബ് വിവാദത്തിന്റെ ചെലവിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് വിവരമുണ്ടോ? നിങ്ങൾക്ക് ഒഴിവുണ്ടോ? നിങ്ങൾ സന്നദ്ധരാണോ? എങ്കിൽ ദൈവിക ദീനിന്റെ ഒരു വലിയ സംഗതി ഈ ലോകത്തോട് വിളിച്ചു പറയാൻ അവസരം വന്നിരിക്കുകയാണ്.
നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഭരണ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ കുറിച്ച് ലോകത്തോട് പറയണോ? അത് കേരളത്തിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ IS എന്ന് പറയുന്ന ഒരു നാശഹേതുകമായ വേറൊരു വർഗം ഈ വംശീയതയെ പോലെ തന്നെ ലോകത്ത് മുതലാളിത്തം പുറത്തിറക്കിയെടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി തക്ക സമയത്ത് പറഞ്ഞു IS ഇസ്ലാമല്ല. കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് ഏതാണ് ഇസ്ലാം ഏതാണ് ഇസ്ലാം അല്ലാത്തതെന്ന് പറയാൻ 1000 വട്ടം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഖിലാഫത്ത്, അമീർ, ജിസിയ, ഹദ്, സുൽഹ്, ബൈ എല്ലാത്തിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് പറയാൻ പറ്റും. ലോകം നിങ്ങളെ കാതോർക്കുന്നു സംസാരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾ പടച്ച തമ്പുരാന്റെ പ്രപഞ്ചനാഥന്റെ വിധിവിലക്കുകളുടെ മനോഹാരിതകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹലാൽ വിവാദം ഉണ്ടാക്കി തന്നിരിക്കുന്നു, നിങ്ങൾ സംസാരിച്ചു കൊള്ളുക. ഇനി അതുമല്ല, ഈ സമഗ്ര ദീനിനെ സംബന്ധിച്ച് മുഴുവൻ പറയാൻ നിങ്ങൾ വാചാലരാണെങ്കിൽ ഏക സിവിൽ കോഡ് വന്നിരിക്കുന്നു, ദൈവിക കോഡിനെ സംബന്ധിച്ച് നിങ്ങൾ വാചാലരായിക്കൊള്ളുക. ഇതിലേറെ നല്ല അവസരം ഇനിയിപ്പോൾ എവിടുന്ന് കിട്ടാനാ? അതുകൊണ്ട് ഈ സമരത്തിന്റെ വികാരത്തെ ലെവലേഷൻ കെടുത്താതെ, ഞാൻ അമർത്തി പറയുന്നു, ഈ സമരത്തിന്റെ വികാരത്തെ ലെവലേഷൻ കെടുത്താതെ, ഈ പ്രതിഷേധാഗ്നി നമ്മുടെ മനസ്സിൽ നിന്ന് അല്പം പോലും തണുത്തു പോകാതെ, ഇത് വെറുപ്പും പകയുമായി മാറുന്നത് ജാഗ്രത പുലർത്തിക്കൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോടെ, വിഡ്ഢിയോടാണ് സംസാരിക്കുന്നതെങ്കിലും വിഡ്ഢിത്തം പറയരുത് എന്ന സൂക്ഷ്മതയോടെ, ഞാൻ ആവർത്തിക്കുന്നു, വിഡ്ഢിയോടാണ് പറയുന്നതെങ്കിലും വിഡ്ഢിത്തം പറയരുത് എന്ന സൂക്ഷ്മതയോടെ ഈ കാലഘട്ടത്തിന്റെ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഫാഷിസത്തെ തോൽപ്പിക്കുവാനുള്ള ഏറ്റവും കരുത്തുള്ള ആയുധം മൂസായുടെ അത്ഭുത സിദ്ധിയുള്ള ഈ വടിയായിരിക്കും എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, അങ്ങനെ കുറച്ചും കൂടി വിഷയങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിൽ അതിലേക്ക് കടക്കുന്നത് ഉചിതമായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭാഗം ഞാനിപ്പോൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രപഞ്ചനാഥൻ നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലും, നമ്മളുടെ ഈ പ്രക്ഷോഭങ്ങളും, നമ്മളുടെ ഈ ശ്രമങ്ങളും, നമ്മളുടെ ഈ അധ്വാനങ്ങളും നമ്മൾക്ക് ഈ വിഷയത്തിൽ നിർവഹിക്കാനുള്ള ബഹുമുഖങ്ങളായ ഡ്യൂട്ടികളുടെ നിർവഹണം നെഞ്ചിലേറ്റുന്നതിനുള്ള ഒരവസരവും പ്രചോദനവുമായിട്ട് മാറുന്നുവെങ്കിൽ അതാണ് ഈ സമ്മേളനത്തിന്റെ ആഭ്യന്തരമായ വിജയം എന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജമാഅത്ത് പ്രവർത്തകരോടും മുസ്ലിം സമുദായത്തിലെ ഗുണകാംക്ഷികളോടും സഹകാരികളോടും വളരെ ശക്തമായി ഉണർത്തിച്ചുകൊണ്ട് പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.